കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ 23-ാമത്തെ വാക്യത്തിലൂടെ അവിടെ അരുളി ചെയ്യുന്നുണ്ട്, ഒരേ പ്രഭാതവും പുതിയതാണ്. ഇന്നത്തെ ദുഃഖം, ഇന്നത്തെ സന്തോഷം നാളത്തേക്കത് വേണ്ട. നമുക്ക് നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാം. ഞാനും നീയുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? അവിടുന്ന് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾക്കനുസൃതമായിട്ടാണോ ഞാൻ ജീവിക്കുന്നത്? എന്റെ അറിവോ അനുവാദവും കൂടാതെയാണ് അവിടുന്ന് എന്നെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാലെല്ലാം നമ്മളുടെ കഴിവാണെന്നുള്ള രീതിയിലാണെന്ന് ഞാൻ ജീവിക്കുന്നത്. യോഹന്നാൻ 15:5 പറയുന്നുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. ദൈവം കൂടെ ഇല്ലെങ്കിൽ യാതൊന്നും ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയില്ല. നമുക്ക് നമ്മളെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. റോമാലേഖനം 8:31 പറയുന്നുണ്ട്, ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ ആരും നമുക്കെതിരെ നിൽക്കും. നമ്മളിലുണ്ടാകുന്ന തകർച്ചകളും നാശങ്ങളും എല്ലാം ദൈവം കൂടെ ഇല്ലാത്തതിന്റെ അടയാളമാണ്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ അവിടുന്നാണ് നമ്മളെ സംരക്ഷിക്കുന്നത്, അവിടുന്നാണ് നമ്മളെ നയിക്കുന്നത്. ഏതെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അന്വേഷിക്കാനുള്ളതല്ല ദൈവം. സദാ അവിടുത്തോട് കൂടെ ആയിരിക്കണം. അറിവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ തെറ്റുപറ്റി പോകുന്നത്. ദൈവത്തോട് നമ്മൾ എങ്ങനെയായിരിക്കണം, കൂടെ എങ്ങനെ ഉണ്ടായിരിക്കണം എന്നൊക്കെയുള്ള അറിവ് നമ്മൾക്കില്ലാതെ വരുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അങ്ങനെയല്ല, സദാസമയവും ദൈവം നമ്മളോട് കൂടെ ഉണ്ട്. ദൈവത്തോട് കൂടെ നമ്മളും ആയിരിക്കണം. അവിടത്തേക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചിന്തിക്കുകയോ പറയുകയോ ചെയ്യാൻ നമ്മൾ തയ്യാറാകാൻ പാടില്ല. ആദ്യം നമ്മളെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ക്രിസ്തു ആരാണ്, ക്രിസ്തു എന്താണ് നമുക്ക് വേണ്ടി ചെയ്തതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്രമാത്രം വേദന സഹിച്ച ഒരു ദൈവം വേറെ ഇല്ല. ഇത്രമാത്രം സഹനങ്ങളേറ്റ ഒരു ദൈവം വേറെ ഇല്ല. ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്താലും കഠിന ഹൃദയത്തിനുടമയായി അന്ധകാര ശക്തിയോട് കൂടെ മാത്രം നമ്മൾ ജീവിക്കുന്ന, ലോകത്തിൻ്റെതായ ആസക്തിയിൽ മാത്രം മുഴുകി ജീവിക്കാനുള്ള തയ്യാറായ മനുഷ്യ ഹൃദയങ്ങൾ. 3 ആണികളില് അവസാന തുള്ളി രക്തം വരെയും ചിന്തി അവിടുന്ന് മരിച്ചത് നമ്മൾ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വേണ്ടിയിട്ടാണ് അവിടുന്ന് ജീവൻ വെടിഞ്ഞത്. മനസ്സാക്ഷി ഉരുകുകയും നുറുകുകയും ചെയ്യേണ്ട കാലഘട്ടത്തിലേക്ക് നമ്മൾ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. പാപത്തിന്റെ കൊടുമ്പിരി കൊള്ളുന്ന അവസ്ഥയിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും വിശദീകരിച്ച്, ദൈവമേ നിന്റേതായ ജീവിതം നയിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സമ്പത്തിനോടുള്ള താല്പര്യം ദൈവത്തോടുള്ള ഉപേക്ഷയാണ്. സമ്പത്തിന് താല്പര്യം വെക്കുന്നവർക്ക് ദൈവവുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിരിക്കുകയില്ല. ദൈവം തരുന്ന സമ്പത്താണ് നമുക്ക് ആവശ്യം. അവിടുന്ന് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചോളാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ വാക്യം, എന്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. കർത്താവിന്റെ സഹനനാമം സ്വീകരിച്ചുകൊണ്ട് അവർക്കൊരു കൂടെ ആയിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ക്ഷമിക്കാത്ത വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് യാതൊന്നും ലഭിക്കുകയില്ല. പൂർണ്ണമായിട്ടും ഹൃദയപൂർവ്വം ക്ഷമിക്കുക. ന്യായീകരണം ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലും ദൈവം ന്യായീകരണം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ന്യായീകരിക്കാനായിട്ട് പാടില്ല. ദൈവസന്നിധിയില് നമ്മൾ ഏറ്റുപറയാനായിട്ട് നമ്മൾ തയ്യാറാണ്. ദൈവമേ, പാപിയാണ് ഞാൻ, അങ്ങേക്കെതിരായിട്ട് പാപം ചെയ്തു പോയ വ്യക്തിയാണ് ഞാൻ എന്നുള്ള അവബോധം നമുക്കുണ്ടാകണം. കൊളോസസ് 3:13 അവിടെ നിരളി ചെയ്യുന്നു, ഈശോ ക്ഷമിച്ചതുപോലെ നമുക്ക് ക്ഷമിക്കാം.
കർത്താവിന്റെ ആ വലിയ ക്ഷമ നമുക്കും സ്വീകരിക്കാൻ തയ്യാറാകാം. ക്ഷമിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയും സഹിച്ചുകൊണ്ടുള്ള മരണവും കണ്ടപ്പോഴാണ് സദാധിപൻ വിളിച്ചു പറയുന്നത്, സത്യമായിട്ടും ഇവൻ നീതിമാനാണ്. ആരോടെങ്കിലും ഏതെങ്കിലും രീതിയിൽ വെറുപ്പോ വിരോധമോ വൈരാഗ്യമൊക്കെ നിർത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ക്ഷമിക്കാം. അത് നമ്മുടെ നാശത്തിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാമേൻ. രാവിലെ വാക്കുകൊണ്ടോ പ്രവൃത്തിയുണ്ടോ ഈ ലോകത്തോട് യേശുവേ വരൂ 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 അരൂപിയേ